ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി ഒരുപാട് വഴികൾ തേടുന്നവരാണ് ഞാൻ നിങ്ങളും എല്ലാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനം ഇപ്രകാരം പറയുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ പറയുന്നത്. ഈ വചനങ്ങളെല്ലാം നിങ്ങൾ ശ്രവിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറും. സ്നേഹമുള്ളവരെ, ദൈവവചനം ശ്രവിക്കുന്നത് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ശാലോം നൈറ്റ് വിജിലെ ആമുഖ വചന സന്ദേശം ശ്രവിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ശാലോമിൻ്റെ ടെലിവിഷൻ്റെ ജനറൽ മാനേജറായ ബ്രദർ സിബി തോമസ് ആണ്. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് ദൈവവചനം ശ്രവിക്കാം. നമുക്കറിയാം, നൈറ്റ് വിജിൽ അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. ജനലക്ഷങ്ങൾ ഭവനങ്ങളിലിരുന്ന് ശാലോം ടി വിയോട് ചേർന്ന് പ്രാർത്ഥിച്ച് വചനം കേൾക്കുന്നു. ശാലോമിൽ കർത്താവ് വസിക്കുന്നു. ശാലോം ടി വിയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. ശാലോം ടി വിയിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വചനം സ്വീകരിക്കാൻ വേണ്ടി ഹൃദയത്തെ ഒരുക്കാം. വചനത്തിൽ സൗഖ്യമുണ്ട്, വചനത്തിൽ പ്രത്യാശയുണ്ട്, വചനത്തിൽ വിടുതലുണ്ട്. കാരണം വചനം ദൈവമാണ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഹല്ലേലൂയ. വരുതരം വരുത്തി ഹല്ലേലൂയ. വചനം ദൈവമാണ്. സങ്കീർത്തനം 56:8 സങ്കീർത്തകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ ജീവിതപന്താവിൽ കടന്നുപോയ വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും പരാജയങ്ങളും അലച്ചിലുകളൊക്കെ അനുഭവിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് ഒരു വാക്കിങ്ങനെ പറയുകയാണ്. സങ്കീർത്തനം 56:8 അവിടുന്ന് പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അത് അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സങ്കീർത്തനം പറയുക, നമ്മുടെ ജീവിതയാത്രയിൽ ബാല്യം മുതൽ ഇന്ന് വരെയും, ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും, ഇനി ഞാൻ എത്ര വയസ്സായ വ്യക്തിയാണോ, ഏത് വയസ്സിൽ ഇരിക്കുന്നോ, ഇന്ന് വരെയുള്ള എൻ്റെ ജീവിതത്തിലെ സകല അലച്ചിലുകളും എൻ്റെ ദൈവം കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ അലച്ചിലുകൾ എൻ്റെ ദൈവം എണ്ണിയിട്ടുണ്ട്. അവിടുത്തേക്ക് നന്നായി എണ്ണാൻ അറിയാം, എണ്ണം തെറ്റില്ല. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മുടെ ബാല്യത്തിൽ വന്നുപോയ പല അലച്ചിലുകളും കഷ്ടപ്പാടുകളും കണ്ണുനീരും വേദനയും ഒക്കെ നാം മറന്നുപോയിട്ടുണ്ട്. പക്ഷേ കർത്താവ് മറന്നു പോയിട്ടില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ച സർവ്വ അലച്ചിലുകളും ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിലെ സകല നൊമ്പരങ്ങളും സകല വേദനകളും ദൈവം എണ്ണിയിട്ടുണ്ട്. അത് അവിടുത്തെ പുസ്തകത്തിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. വീണ്ടും പറയുന്നു, നിന്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരും ദൈവം അളന്ന് അവിടുത്തെ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പലപ്പോഴും നാം മറന്നുപോയിട്ടുണ്ട്. എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഒറ്റപ്പെട്ടതിൻ്റെ വേദന, ജീവിത പങ്കാളി തള്ളിപ്പറഞ്ഞതിൻ്റെ വേദന, മറ്റു പലതിൻ്റെയും വേദന, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കണ്ണുനീർ, എത്രമാത്രം കണ്ണുനീര് പോയെന്ന് നമുക്കാർക്കും അറിയില്ല. അത്രമാത്രം കണ്ണുനീർ ഓരോ കണ്ണുകളിൽ നിന്നും പോയിട്ടുണ്ട്. കണ്ണുനീർ പൊഴിക്കാത്ത കണ്ണുകൾ ഇവിടെ ഇല്ല. അതിനും പറയുകയാണ്, നിന്റെ കണ്ണുനീർ കണ്ണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മുടെ അലച്ചിലുകൾ എണ്ണുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മുടെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നത്? നമ്മുടെ അലച്ചിലിനെ പ്രതി ദൈവത്തിന് സന്തോഷിക്കാൻ, നമ്മുടെ കണ്ണുനീർ തുള്ളികളെ പ്രതി ദൈവത്തിന് ആനന്ദിക്കാൻ വേണ്ടിയാണോ? ആണോ? അല്ല. പ്രിയമുള്ളവരെ, നിന്റെ അലച്ചിലിനെ പ്രതി ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കണ്ണുനീർ തുള്ളികളെ പ്രതി ദൈവം നിന്നെ അനുഗ്രഹിച്ചുയർത്തും. റോമ 8:28 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക് അവിടുന്ന് സകലം നന്മയ്ക്കായി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുന്നവർക്ക്
അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റുമെന്ന് നമുക്കറിയാമല്ലോ. നമുക്കറിയാവുന്ന ഒരു സത്യം ഇതാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച കണ്ണുനീരും അലച്ചിലും വേദനയുമെല്ലാം നിന്റെ ദൈവമായ കർത്താവ് നിന്റെ നന്മയ്ക്ക്, നിന്റെ ഉപരി നന്മയ്ക്ക് കാരണമാക്കി മാറ്റും. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയാം ഹല്ലേലൂയ. ഏതാനും നാളുകൾക്ക് മുമ്പ്, ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു യൂത്ത് കൺവെൻഷൻ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂത്ത് കൺവെൻഷൻ കഴിഞ്ഞ സമയത്ത് കൺവെൻഷന് വേണ്ടി കുട്ടികളുമായി വന്ന ഒരു ആൻറ്റി എൻ്റെ അടുത്തേക്ക് വന്ന് കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, ഇവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇവൾക്ക് നന്നായി ആരാധിക്കാനോ വചനം കേൾക്കാനോ പ്രാർത്ഥിക്കാനോ സാധിച്ചിട്ടില്ല, വലിയ വേദനയാണുള്ളത്, ഇവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് പറഞ്ഞപ്പോൾ കൺവെൻഷൻ കഴിഞ്ഞ സമയമാണ്, ഓഡിറ്റോറിയത്തിൽ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ സെക്കൻഡിൽ തന്നെ ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ, ഒരു 10-22 വയസ്സ് പ്രായമുണ്ട്, ഈ പെൺകുട്ടിയുടെ ശിരസിൽ കൈവച്ച് കർത്താവെ മകളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് സംസാരിക്കും. ചില വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കൂടുതൽ സംസാരിക്കും. ഇവൾക്ക് വേണ്ടി കർത്താവ് നീ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച നിമിഷങ്ങളിൽ കർത്താവ് എനിക്കൊരു സന്ദേശം നൽകി. കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ അവളോട് പറഞ്ഞു, മോളെ ഞാൻ ഇങ്ങനെ കാണുന്നു. അവിടെ ജീവിതത്തിലെ ഒരു സ്വകാര്യ മേഖല കർത്താവ് കാണിച്ചിരിക്കുകയാണ്, മറ്റാരും കാണാത്തത്. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇങ്ങനെ കാണുന്നു, രാത്രിയുടെ യാമങ്ങളിൽ നീ നിന്റെ മുറിയിൽ ആരും കാണാതെ കട്ടിലിൽ കിടന്ന് നെടുവീർപ്പിട്ട് നിലവിളിച്ച് കരയുന്ന രംഗം കർത്താവ് കാണുന്നു. തലയണ തലയണയെ കെട്ടിപ്പിടിച്ച് കിടന്ന് നിലവിളിച്ച് ചങ്ക് പൊട്ടുമാറ് വേദനിച്ച് കരയുന്ന രംഗം ഇതാ കർത്താവ് കണ്ടിരിക്കുന്നു. ഇത് കേട്ടപാടെ ആ കുട്ടി വലിയൊരു നെടുവീർപ്പിട്ടുകൊണ്ട് കണ്ണീരോടെ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ വലിയ വേദനകളുണ്ട്. അവൾ പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പെൺമക്കളുണ്ട്, 2 പേരും ഒത്തിരി സൗന്ദര്യമുള്ളവളാ, ഞാൻ തിരുവാ, എനിക്ക് സൗന്ദര്യം കുറവാ, എൻ്റെ വീട്ടിൽ സമ്പത്ത് കുറവാണ്, എന്നെ ഏറ്റവും സ്നേഹിച്ചിരുന്നത് എൻ്റെ അപ്പനാണ്, ഈ നാളുകളിൽ എൻ്റെ അപ്പൻ മരിച്ചുപോയി, എൻ്റെ സൗന്ദര്യക്കുറവിൻ്റെ പേരിൽ എൻ്റെ സഹോദരിമാരെന്നെ കളിയാക്കും, എന്നെ ആർക്കും വേണ്ട, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഇതൊരു പാഴ്ജന്മമായി പോയി, ഞാൻ എന്തിനു ജനിച്ചു എന്ന് ഞാൻ ഓർക്കും, ഞാൻ നിലവിളിക്കുന്നു, കരയുന്നു, ഞാൻ നെടുവീർപ്പിടുന്നു. പറഞ്ഞപ്പോഴേക്കും കർത്താവ് സാരമില്ല എന്നല്ല പറഞ്ഞത്. അടുത്ത നിമിഷത്തിൽ കർത്താവ് വേറെ സന്ദേശം നൽകി. ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ കർത്താവ് മറ്റൊരു സന്ദേശം തരുന്നു. കർത്താവ് വീണ്ടും സംസാരിക്കുന്നു, ഈ നാളുകളിൽ നിന്റെ വിവാഹം നടക്കാൻ പോകുന്നു. മോൾക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത രീതിയിൽ സമ്പന്നമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിലേക്ക് ദൈവമായ കർത്താവ് നിന്നെ അയക്കാൻ പോകുന്നു. ഞാൻ ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കാതിനേക്കാൾ വലുതാണ്, പക്ഷേ എൻ്റെ കണ്ണുനീർ കണ്ട കർത്താവ്, എൻ്റെ കണ്ണുനീർ കണ്ടു എന്നത് ഞാൻ വിശ്വസിച്ചു, ആ ദൈവത്തിനെല്ലാം സാധിക്കും. 3 മാസങ്ങൾക്ക് ശേഷം അവിടെ ജീവിതത്തിൽ ആദ്യമായി ഒരു പ്രപ്പോസൽ വന്നു. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കാത്ത രീതിയിൽ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നു. ആ വിവാഹം നടന്നു. ദൈവം അവളെ അനുഗ്രഹിച്ചു. വലുതരം വരുത്തി പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയാം ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. പ്രിയമുള്ളവർ, തിരിച്ചറിയുക, അവിടെ കണ്ണുനീരിന് കർത്താവ് ഉത്തരം കൊടുത്തു. എന്തായിരുന്നു അവിടെ കണ്ണുനീര്? അവിടെ കണ്ണുനീര് അവൾക്ക് സൗന്ദര്യമില്ല എന്നതാണ്. അവിടെ കണ്ണുനീര് അവൾക്ക് സമ്പത്തില്ല എന്നുള്ളതാണ്. അവിടെ കണ്ണുനീര് അവളെ സ്നേഹിക്കാൻ ആരുമില്ല എന്നതാണ്. ദൈവം അവൾക്കെല്ലാം നൽകി അവളെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ കർത്താവ്. കണ്ണുനീരിന്റെ കാരണത്തിലേക്ക് കടന്നു വന്ന് ആ കാരണത്തെ പരിഹരിക്കുന്നവരാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തെയാണ് ഈ രാത്രിയിൽ നാം ആരാധിക്കുന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-16 തിരുവചനങ്ങൾ, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് തക്ക സമയത്ത് അവനിൽ നിന്ന് കാരുണ്യവും അനുഗ്രഹം ലഭിക്കാനും കാരുണ്യത്തിൻ്റെ കൃപാവരത്തെ നമുക്ക് സമീപിക്കാം. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനാ. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതൻ അല്ല നമുക്കുള്ളത്.
നമ്മുടെ ദൈവം നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊപ്പം സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല. നമ്മെപ്പോലെ തന്നെ എല്ലാ മേഖലയിലും കടന്നുപോയ ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് അവനാണ് കൃപാവരത്തിൻ്റെ സിംഹാസനം. നാം സമീപിക്കേണ്ടത് ആ അനുഗ്രഹിക്കുന്ന കൃപാവരത്തിൻ്റെ സിംഹാസനത്തെയാണ്. നമ്മുടെ ജീവിതത്തിലെ സകല വേദനകൾക്കും, നമ്മുടെ ജീവിതത്തിലെ സകല നൊമ്പരങ്ങൾക്കും, സകല കണ്ണുനീരിനും ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹാരമുണ്ട്. തിരിച്ചറിയുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും, എല്ലാ വേദനകൾക്കും കർത്താവിൻ്റെ മുമ്പിൽ പരിഹാരമുണ്ട്. ഇത് നമുക്ക് ആശ്വാസം നൽകണം. ദൈവത്തിൻ്റെ മുമ്പിൽ പരിഹാരമില്ലാത്ത ഒരു വേദന എൻ്റെ ജീവിതത്തിൽ കടന്നു വരില്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 2 സഹോദരികൾ വലിയ വേദനയോടെ യേശുവിൻ്റെ അടുത്തേക്ക് കടന്നു വന്നു. ആരൊക്കെയത്? മർത്തയും മറിയവും. അവിടെ വേദന എന്താ? അവിടെ സഹോദരൻ നഷ്ടപ്പെട്ടു. യേശുവിനെ കണ്ടപ്പോൾ മാറത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മർത്ത പറഞ്ഞു, കർത്താവേ, 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 നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ലാസർ മരിക്കാൻ കാരണം എന്താ? മർത്ത പറയുന്നത് എന്താണ്? നീ ഇവിടെ ഇല്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. മർത്തയുടെ കണ്ണുനീരിൻ്റെ കാരണം എന്താ? അവരുടെ ഏക സഹോദരൻ, അവൾക്ക് ആശ്രയമായ സഹോദരൻ. മർത്തയുടെ കണ്ണീരിൻ്റെ കാരണം ഇതാണ്, അവർ ആരിൽ സഹായം വെച്ചോ, പ്രതീക്ഷ വെച്ചോ, ആ സഹോദരൻ നഷ്ടപ്പെട്ടു. കർത്താവ് കുഴിമാടത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ലാസറസ് നീ പുറത്തു വരിക. അവൻ പുറത്തു വന്നു. അവൻ്റെ കരങ്ങൾ പിടിച്ച് സഹോദരിമാരെ ഏൽപ്പിച്ച് ക്രിസ്തു അവരുടെ കണ്ണുനീരിന് പരിഹാരം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മർത്തയുടെയും മറിയത്തിൻ്റെയും കണ്ണുനീരിന് കാരണം അവരുടെ സഹോദരൻ നഷ്ടപ്പെട്ടു എന്ന സത്യമായിരുന്നു. മരിച്ചിട്ട് 4 ദിവസങ്ങൾ കഴിഞ്ഞു. അനേകർ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് സാരമില്ല എന്ന് പറഞ്ഞു. അനേകർ ആശ്വസിപ്പിക്കാൻ നോക്കി, അനേകർ കണ്ണുനീർ തുടയ്ക്കാൻ നോക്കി. പക്ഷേ അവരുടെ കണ്ണുനീരിന് ശമനമില്ലായിരുന്നു. പക്ഷേ കുപ്പിയിൽ കണ്ണുനീർ കണങ്ങൾ ശേഖരിച്ചവൻ, അലച്ചിലുകളെ എണ്ണിയവൻ അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ കണ്ണുനീരിനെ അവൻ ഒപ്പി. ആ കണ്ണുനീരിന് പരിഹാരമായി. പ്രിയമുള്ളവരെ, ആ ക്രിസ്തു ശാലോമിൽ വസിക്കുന്നു. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ വസിക്കുന്നു. ആ ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും. അവൻ നായിൻ എന്ന പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുകയാണ്, ഒരു വിധവയായ സ്ത്രീ പൊട്ടിക്കരഞ്ഞ് ഒരു വിലാപയാത്രയിൽ പങ്കുചേരുന്നു. കാരണം എന്താ? അവളുടെ ഏക മകൻ മരിച്ചു. അവൾ കരയുക. അനേകർ അവളെ ആശ്വസിപ്പിച്ചു, അനേകർ സാരമില്ലെന്ന് പറഞ്ഞു. ക്രിസ്തു കടന്നു വന്നു. ക്രിസ്തു പറഞ്ഞു, ശവമഞ്ചം താഴെ ഇറക്കി വെക്കുക. അവൻ്റെ കരങ്ങൾ പിടിച്ചിട്ട് പറഞ്ഞു, യുവാവേ നീ എഴുന്നേൽക്കുക. ആ കരങ്ങൾ പിടിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. ആ വിധവയുടെ ദുഃഖത്തിൻ്റെ കാരണം, അവിടെ കണ്ണുനീരിൻ്റെ കാരണം, അവിടെ പ്രതീക്ഷ വെച്ച അവിടെ ഏക മകൻ നഷ്ടപ്പെട്ടു എന്നതാണ്. ക്രിസ്തു അവളുടെ കണ്ണുനീർ തുടച്ചു. ക്രിസ്തു അവളെ ആശ്വസിപ്പിച്ചു. ക്രിസ്തു അവൾക്ക് എല്ലാം നൽകി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനയ്ക്കുമുള്ള ഏക പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ജയറോസ് എന്ന ശതാധിപൻ ഒരു ദിവസം കർത്താവിനെ കാണാൻ വേണ്ടി ഓടിപ്പാഞ്ഞു വന്നു. അവനോട് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ മകൾ മരിക്കാനായി കിടക്കുകയാ, എൻ്റെ കൂടെ വരണം. യേശു തിടുക്കത്തിൽ ജയറോസിനോടൊപ്പം അവൻ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ഇതാ ഭവനത്തിൽ നിന്ന് പരിചാരകന്മാർ ഓടി വന്ന് പറഞ്ഞു, ഗുരുവിനെ ഇനിയും ശല്യപ്പെടുത്തണ്ട, ബുദ്ധിമുട്ടിക്കണ്ട, കാരണം അവൾ മരിച്ചുപോയി. ജയറോസ് പറഞ്ഞു, കർത്താവേ, എൻ്റെ കീഴിലും പടയാളികളുണ്ട്. ഒരുവനോട് ഞാൻ വരിക എന്ന് പറയുമ്പോൾ വരുന്നു, മറ്റൊരുവനോട് പോവുക എന്ന് പറയുമ്പോൾ പോകുന്നു. അർത്ഥം എന്താ? ഞാൻ പറയുമ്പോൾ അനുസരിക്കുന്ന പടയാളികളെ പോലെ നീ സംസാരിച്ചാൽ ജീവനും മരണവും അനുസരിക്കും. നീ സംസാരിച്ചാൽ പ്രകൃതികൾ അനുസരിക്കും. നീ സംസാരിച്ചാൽ ലോകം മുഴുവൻ അനുസരിക്കും. ക്രിസ്തു അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അവൻ പറഞ്ഞു, ബാലികെ എഴുന്നേൽക്കുക. ആ കുഞ്ഞിനെ കരങ്ങൾ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ജയറോസിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു. ജയറോസിൻ്റെ കണ്ണുനീരിൻ്റെ കാരണം എന്തായിരുന്നു? അവൻ ഓമനിച്ചു വളർത്തുന്ന അവൻ്റെ കുഞ്ഞു മകൾ മരിച്ചുപോയി. ആ കണ്ണുനീർ ക്രിസ്തു ഒപ്പി. ആ കണ്ണുനീർ ഈശോ ഏറ്റെടുത്തു. ആ കണ്ണുനീരിന് ഈശോ പരിഹാരമായി കുഞ്ഞിനെ തിരിച്ചു നൽകി അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ വേദനയ്ക്കുമുള്ള ഏക പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാ. രക്തസ്രാവക്കാരി
കണ്ണീരിനോടെ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്തു. അവിടെ രോഗമെന്താ? രക്തസ്രാവം. അവിടെ കണ്ണുനീര് കാരണം എന്താ? അനേക വൈദ്യന്മാരെ സമീപിച്ചു, ഉള്ള പണം മുഴുവൻ തീർന്നുപോയി, ആർക്കും സുഖപ്പെടുത്താൻ സാധിച്ചില്ല. യേശു അവളെ സുഖപ്പെടുത്തി. അവിടെ കണ്ണുനീർ യേശു തുടച്ചു മാറ്റി. പ്രിയമുള്ള, നമുക്കറിയാം ബർത്തിമേസിന്റെ പേരായ അന്ധയാചകൻ വഴിയരികിൽ നിന്ന് നിലവിളിക്കുകയാണ്. അവൻ്റെ കണ്ണുനീര് കാരണം എന്താ? എനിക്ക് ലോകത്തിൻ്റെ പ്രകാശം കാണാൻ പറ്റുന്നില്ല, എനിക്ക് മനുഷ്യരെ കാണാൻ പറ്റുന്നില്ല, എനിക്ക് വെളിച്ചം കാണാൻ പറ്റുന്നില്ല, എനിക്ക് കളറുകൾ കാണാൻ പറ്റുന്നില്ല, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അവൻ്റെ കണ്ണുനീര് അതിൻ്റെ കാരണം, അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അവർ കാഴ്ചയില്ല എന്നതാണ്. കർത്താവ് തിരിച്ചു കൊടുത്തത് അവൻ്റെ കാഴ്ചയാണ്, മറ്റൊന്നല്ല കൊടുത്തത്. അവൻ്റെ ദുഃഖത്തിൻ്റെ കാരണത്തിലേക്ക്, കണ്ണുനീരിൻ്റെ കാരണത്തിലേക്ക് ക്രിസ്തു കടന്നു വന്ന് അവൻ ആവശ്യമുള്ളത് നൽകി അനുഗ്രഹിച്ചു. ബെത്സദ കുളക്കരയിൽ 38 വർഷം കഴിഞ്ഞ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഞാൻ ചെല്ലുമ്പോഴേക്കും മറ്റൊരാൾ കുളത്തിലേക്ക് ചാടും, അതുകൊണ്ട് എനിക്ക് സൗഖ്യം കിട്ടുന്നില്ല. അവൻ്റെ കണ്ണുനീരിൻ്റെ കാരണം, വേദനയ്ക്ക് കാരണം ഇതാണ്, അവൻ്റെ കണ്ണുനീരിന് കാരണം ഇതാണ്, എന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ആരുമില്ല. അവൻ്റെ കണ്ണുനീരിൻ്റെ ഏക പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹൃദയവൃത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരവൃത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിൽ വിവാഹവിരുന്ന് നടക്കുകയാണ്. ആ കുടുംബം വലിയൊരു അപമാനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാ? അവിടെ വീഞ്ഞു തീർന്നുപോയി. ആ ഭവനത്തിൽ ക്രിസ്തു കടന്നു വന്നു. മറുത്തു പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. യേശു ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വീഞ്ഞ് തീർന്നു പോവുകയില്ലായിരുന്നു. ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു. ദൈവം അവരുടെ കണ്ണുനീരിന് പരിഹാരം നൽകി. അവൻ വെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്ത് അപമാനത്തിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിച്ചു. നമുക്ക് ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിക്കാം. എന്താണ് എൻ്റെ കണ്ണുനീരിൻ്റെ കാരണം? എന്തിനെ പ്രതിയാണ് ഞാൻ കണ്ണുനീർ പൊഴിക്കുന്നത്? എന്താണ് എൻ്റെ അലച്ചിൽ? എന്താണ് എൻ്റെ വേദന? എന്താണ് എൻ്റെ കഷ്ടം? ഏതിനെക്കുറിച്ചാണ് ഞാൻ നിലവിളിക്കുന്നത്? എനിക്ക് എവിടെയാണ് സൗഖ്യം ആവശ്യമുള്ളത്? ഏത് മേഖലയിലാണ് ക്രിസ്തു എൻ്റെ കണ്ണുനീർ തുടച്ചു മാറ്റേണ്ടത്? ക്രിസ്തു ശാലോമിൽ വസിക്കുന്നു. ക്രിസ്തു ശാലോം ടിവിയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. ഈ രാത്രിയിൽ ശാലോം ടിവിയിലൂടെ ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിന്നെ ആശീർവദിക്കാൻ പോകുന്നു, നിന്നെ സുഖപ്പെടുത്താൻ പോകുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം. നിന്റെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരിനുമുള്ള പരിഹാരം കർത്താവായ യേശുവാണ്. നിന്റെ വേദനയ്ക്കുള്ള ഏക പരിഹാരം കർത്താവായ യേശുവാണ്. അവിടുന്ന് പറഞ്ഞു, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇതാ നിന്റെ അലച്ചിലുകൾ എണ്ണിയ ദൈവം, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവം ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കും. ഈ രാത്രിയിൽ നിന്റെ കണ്ണുനീരിന് അവിടുന്ന് മറുപടി നൽകും. ഈ രാത്രിയിൽ നിന്റെ കണ്ണുനീരിനെ നിന്റെ ക്രിസ്തു തുടച്ചു മാറ്റും. കർത്താവ് ഇവിടെ വസിക്കുന്നു. ക്രിസ്തു വസിക്കുന്ന ഭവനത്തിന്റെ പേരാണ് ശാലോം. ഇവിടെ ദൈവം വസിക്കുന്നു, ഇവിടെ യേശു വസിക്കുന്നു. അത് നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടിയാ. നിന്റെ അലച്ചിലുകൾ എണ്ണി ദൈവം നിന്റെ അലച്ചിലിനെ പ്രതി നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. ഈ അനുഗ്രഹത്തിന്റെ രാത്രി ക്രിസ്തു നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നിന്റെ കണ്ണുനീരും നിന്റെ വേദനയും നിന്റെ കഷ്ടപ്പാടും നിലവിളിയുമെല്ലാം ഈ കരങ്ങളോടൊപ്പം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ നാമത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. ഒരുമിച്ച് ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയ കൺമണി, ഞാൻ നിന്റെ കൂടെ. കരയരുതേ,
കരയരുതേ ഇനിയും കൺമണിയേ ഞാൻ നിന്റെ കൂടെയില്ലേ ഞാൻ നിന്റെ കൂടെയില്ലേ കർത്താവേ, രാത്രിയിൽ കണ്ണുനിരപ്പാരോടൊന്ന് കടന്നു വരണമേ. അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കാൻ കടന്നു വരണമേ. കുടുംബത്തിൽ വസിക്കണമേ, കുടുംബത്തിൽ വാഴണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതി.